വർഷം 2009 ജൂണ് കർണാടകയിലെ ഹസൻ ബസ് സ്റ്റോപ്പിലെ ലേഡീസ് ടോയ്ലറ്റിന് മുൻപിൽ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നു. ഒരുപാട് മണിക്കൂറുകളായിട്ട് ടോയ്ലറ്റിന്റെ വാതിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അതാണ് ആളുകൾ തടിച്ചുകൂടാനുള്ള കാരണം. മണിക്കൂറുകളായിട്ട് പല സ്ത്രീകളും വാതിലിൽ മുട്ടിയിട്ടും ആരും അകത്തുനിന്ന് ഉത്തരം നൽകുകയോ കതക് തുറക്കുകയോ ചെയ്തില്ല. അവസാനം വാതിൽ പൊളിച്ച് അകത്ത് കയറിയ ആളുകൾ കണ്ടത് വളരെ നടുക്കുന്ന കാര്യമായിരുന്നു. കല്യാണ പുടവ അണിഞ്ഞ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട് കിടക്കുകയായിരുന്നു ആ ടോയ്ലറ്റിന്റെ ഉള്ളിൽ. അവരുടെ വായിൽ നിന്ന് നുരയും പതയും ഒഴുകുന്നുണ്ടായിരുന്നു. 2009 നടന്ന ഈ സംഭവം ഒറ്റപ്പെട്ട കേസല്ലായിരുന്നു. 2003 മുതൽ 2009 വരെയുള്ള കാലഘട്ടങ്ങളിലെ കർണാടക, കേരള സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിരുന്നു. ആ സ്ത്രീകൾ ആത്മഹത്യ ചെയ്തതായിരുന്നോ, അതോ ആരെങ്കിലും അവരെ കൊലപ്പെടുത്തിയതാണോ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 20ഓളം സ്ത്രീകളെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൊലപ്പെടുത്തിയ സയനൈഡ് മോഹനെ പറ്റി കാലം പറഞ്ഞ കഥകളാണ്.